നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ ഇന്ന് നോക്കാൻ പോകുന്നത് അമാവാസ്യയൊക്കെ വരാൻ പോകുന്നുണ്ട്, ന്യൂ മൂൺ വരാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ആക്ഷനാണ് പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ നോ കോൺടാക്റ്റ് ആണെങ്കിൽ ഒരു കോൺടാക്റ്റ് വരുമോ, അല്ലെങ്കിൽ ഈവൻ കോൺടാക്റ്റ് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് അവരെന്താണ് നിങ്ങളോട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആദ്യം എടുക്കാം. ആൻഡ് ഓക്കെ, ജസ്റ്റ് ഗുഡ്. Page of Cups, card, Five of Wands. Okay, ശരി. ഓക്കെ, എന്തോ എനിക്കാണ് ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ആക്ഷൻ എന്തായിരിക്കും നമുക്ക് നോക്കാം. അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ക്വീൻ ഓഫ് സോർഡ്സ്, സ്ട്രെങ്ത്, സിക്സ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് വാൻഡ്സ്, പ്ലീസ്, കപ്സ്. ഓക്കെ, ഇവിടെ എനിക്ക് ആദ്യം കാണുന്നത് ഫീലിങ്സ് നോക്കുമ്പോൾ ജസ്റ്റിസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളോട്. ഓക്കെ, അവർ നിങ്ങളോട് ന്യായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫീലിങ്സ് ഉണ്ട്, പക്ഷേ മേ ബി ഒരു എന്താ പറയുക, ഒരു ഫീലിങ്സിൻ്റെ തുടക്കം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. തുടക്കം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ തമ്മിൽ പുതിയ പരിചയപ്പെട്ടതാവാം കുറച്ച് പേർക്ക്. മേ ബി ഒരു ന്യൂ ബിഗിനിങ് ആയിരിക്കാം, ഒരു ന്യൂ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കുറേ വർഷമായിട്ടൊക്കെ നിങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്നാലും ഇവിടെ ഇപ്പോൾ ഒരു റീസ്റ്റാർട്ട് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുമ്പ്. ഓക്കെ, കോൺഫ്ലിക്ട്സ് കാണുന്നുണ്ട്. സോ ഐ തിങ്ക് ആ കോൺഫ്ലിക്റ്റിനെയൊക്കെ ഓവർകം ചെയ്ത് അവർ ഒരു ഓഫറുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊരു റൊമാൻറ്റിക് ആയിട്ടൊരു അപ്രോച്ച്, കുറച്ച് സംസാരിക്കുക, ഒരു ഹായ് ഹലോ പറയുക, എന്താ വിശേഷം എന്ന് ചോദിക്കുക, ഒരു ചെറിയ ഒരു ഫീലിംഗ്. ഓക്കെ, ആ ഒരു വീണ്ടും ഒരു റീസ്റ്റാർട്ട് കാണുന്നുണ്ട് എനിക്ക് ഇവിടെ. ആക്ച്വലി 2 of Cups ആണ്, ഡ്രീമർ എന്നുണ്ട്, റിന്യൂവൽ എന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു റിന്യൂവൽ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട്. അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്, നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ ന്യായമായ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. കുറേ അവർ ശരിക്കും ഈ റിലേഷൻഷിപ്പിനെ വളരെ സ്വപ്നം കാണുന്നു എന്ന് തന്നെ പറയാം. ഓക്കെ, എൻ്റെ ഇവിടെ 2 of Cups സോൾമേറ്റ് കാർഡാണ്. സോ നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾമേറ്റ് എനർജി ഉണ്ട്, നിങ്ങൾ തമ്മിലുള്ള ഒരു പുള്ള അവർ ഫീൽ ചെയ്യും. ഓക്കെ, ഈ ഒരു ഫുൾ മൂണിൻ്റെ സമയത്ത്, ആ ഒരു ന്യൂ മൂണിൻ്റെ സമയത്ത്, അമാവാസി സമയത്ത് അവർക്ക് ആ ഒരു ഇമോഷണലായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, ആ ഒരു ഇമോഷണൽ അപ്രോച്ച് ഇമോഷണലായിട്ട് അവർ ഫീൽ ചെയ്യും. ആൻഡ് അവർ പക്ഷേ ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ പാസ്റ്റ് കോൺഫ്ലിക്റ്റ്, അതായത് നിങ്ങളിത് തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഓർത്തിട്ട് ചിലപ്പോൾ അവർ ഒന്ന് ഇത് എന്താ പറയുക ഒരു മനസ്സിലുണ്ട് എന്ന് പറയാം. ഓക്കെ, ബട്ട് ആക്ഷനിലും കാണുന്നുണ്ട്. ഓക്കെ, അത് ആക്ഷനിലും എനിക്കൊരു കൺവേർട്ട് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളെ കാണുന്നത് ഇപ്പോൾ ആക്ച്വലി നിങ്ങളിപ്പോൾ ഒരു കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങളിപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ അവരിവ ഒരു എന്തെങ്കിലും ഒരു ഹയലോ ഒക്കെ പറഞ്ഞ് വന്നാലും നിങ്ങളതിങ്ങനെ സ്വീകരിക്കാനുള്ള ഒരു ഇതിലല്ല എനിക്ക് കാണുന്നത്. നിങ്ങളൊരു കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ അവർ എന്തെങ്കിലും വെറുതെ ഹയലോ ഒക്കെ പറഞ്ഞ് വന്നാലും ചിലപ്പോൾ നിങ്ങളത് അതിനെ വെട്ടി വീഴ്ത്തുന്ന ആ ഒരു പേടിയുണ്ട് അവരുടെ ഉള്ളിൽ. കാരണം നിങ്ങൾ നിൽക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ടും ഒരു മെച്യൂർഡായിട്ടുമാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളല്ലാതെ വെറുതെ ഒരു കുട്ടികളിക്ക് നിൽക്കാത്ത ഒരു നേച്ചറാണ് ഇപ്പോൾ നിങ്ങളുടെ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ അവരെ കാണുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു സോഫ്റ്റായിട്ട് മെല്ലെ നിങ്ങൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴും ഓക്കെ നിങ്ങളെ ഒരു സ്മൂത്തായിട്ട് വീഴ്ത്താൻ ശ്രമിക്കുക അവർ എന്ന് പറയാം. എനിക്കങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, ഞാനിവിടെ എന്താ പറയുക, അവർ സ്നേഹത്തോടെ ഓക്കെ നിങ്ങളെ ഒന്ന് മെരുക്കിയെടുക്കാൻ ശ്രമിക്കും. ഓക്കെ, അതായത്
എതിർത്ത് നിന്ന് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വല്ലാതെ ദേഷ്യത്തിലോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ അവരെ തിരിച്ച് അങ്ങോട്ട് എന്തെങ്കിലും പറയാനുള്ള സാധ്യതയാണ് എനിക്ക് കാണുന്നത്. സോ അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് വളരെ സ്ട്രാറ്റജിക് ആയിട്ടായിരിക്കും അപ്രോച്ച്. ഓക്കെ, അതായത് മെല്ലെ ഒരു നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി അവരുടെ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തിട്ട് അവർ നിങ്ങളോട് വളരെ ഒരു സോഫ്റ്റായിട്ടൊരു അപ്രോച്ചൊക്കെ വെച്ച് നിങ്ങളെ വീഴ്ത്താൻ തീർച്ചയായിട്ടും ശ്രമിക്കും എന്നാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ 6 of Wands ഉണ്ട്. ഓക്കെ, യെസ്, അവർ കാരണം നിങ്ങളെ ജയിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് വിക്ടറിയാണ് ആഗ്രഹിക്കുന്നത്. വിക്ടറി എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് അവർക്ക് ആ ഒരു കണക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആക്ച്വലി റിലേഷൻഷിപ്പ് നിങ്ങളെ ജയിക്കണം എന്ന രീതിക്ക് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ജയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തോൽപ്പിച്ച് ജയിക്കൽ അങ്ങനെയല്ല, പക്ഷേ നിങ്ങളെ സമാധാനിപ്പിച്ച് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു വിക്ടറി അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. Ace of Wands വീണ്ടും ഒരു തുടക്കം ആഗ്രഹിക്കുന്നു, ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് അവർ എന്താ പറയുക, വേറെ ഒന്നിനോടും ഇപ്പോൾ അവർക്ക് താല്പര്യമില്ല, അവർക്ക് നിങ്ങളെ തന്നെയാണ് താല്പര്യം കാണുന്നത്. എനിക്ക് ഞാൻ ഒരു അട്രാക്ഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, അപ്രോച്ച് അവർ ആക്ഷനായിട്ട് കാണുന്നുണ്ട്. എനിക്ക് Ace of Wands ഉണ്ട് ഇവിടെ. നിങ്ങളോടൊരു പാഷനേറ്റ് ആയിട്ടൊരു അപ്രോച്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും നോക്കട്ടെ, ഒരു ആക്ഷൻ കാർഡ് നമുക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ? അഗൈൻ വൈസ് കൗൺസിലർ. ഓക്കെ, കിങ് ഓഫ് എയറും വന്നു. വാവ്, ഗുഡ്. മജീഷ്യൻ. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓക്കെ പേഴ്സണിന് തീർച്ചയായിട്ടും വേണം. ഓക്കെ, അവർക്ക് വളരെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ട്. സോ ഈ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കി എടുക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടത് അവർ മാനിഫെസ്റ്റ് ചെയ്യും. ആൻഡ് മാത്രമല്ല, വേണമെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കാനും അവർ മടിക്കില്ല. ഓക്കെ, ആൻഡ് അവർ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതും എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ കപ്പിൾ വന്നിട്ടുണ്ട്. സോ യെസ്, അഗൈൻ നമ്മുടെ സോൾമേറ്റ് കണക്ഷൻ്റെ കാണുന്നുണ്ട്. ഈവൻ സോൾസ് എനർജി ആണ്. പക്ഷേ അതായത് രണ്ടുപേരും ഇപ്പോൾ ഒരു എന്താ പറയുക, കുറച്ചൊരു പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു രീതിയിൽ എന്ന് പറയാം. നേച്ചർ അങ്ങനെ ആയിരിക്കാം. ബട്ട് അവരിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ, അവർ നിങ്ങളെ എല്ലാം നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്ന് അവനവനെ കൺട്രോൾ ചെയ്ത് വേണമെങ്കിൽ ആരുടെയെങ്കിലും അഡ്വൈസ് എടുത്ത് ആരുടെയെങ്കിലും ഹെൽപ്പ് എടുത്ത് ഓക്കെ അവർ റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ച് ബെറ്റർ ആക്കാൻ അവർ ശ്രമിക്കുക. അവരുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവും എന്തായാലും. ഓക്കെ, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു മെസ്സേജ് പ്രതീക്ഷിക്കാം. ഒരു സോഫ്റ്റ് മെസ്സേജ് എന്തായാലും ഉണ്ടാവും. അവർ മെല്ലെ സോഫ്റ്റായിട്ട് ഐ തിങ്ക് നിങ്ങളെ വീഴ്ത്താനുള്ള മാക്സിമം ട്രൈ അവർ ചെയ്യും. ഓക്കെ, നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് കുറച്ച് അഡ്വൈസായിട്ട് നമുക്ക് നോക്കാം. എന്താണ് മെസ്സേജസ് വരുന്ന യൂണിവേഴ്സിൽ നിന്ന് നോക്കാം. ഓക്കെ, സോൾമേറ്റ്സ് വീണ്ടും 2 of Cups, സോൾമേറ്റ്സ്, വെരി നൈസ്. പാർട്ടിയിങ്, ലവ് കോൾ and healthy choices, very nice. And mask. Okay, camera, grounding. Okay, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആക്ച്വലി അവർക്ക് വേറെ ഒന്നിലും ഇപ്പോൾ താല്പര്യമില്ല. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് എന്നുള്ള എനർജിയാണ് ഇതിലും. സോ അതേ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളെ നഷ്ടപ്പെട്ടല്ലോ എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ നല്ല ഒന്നുണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുത്തി എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട് ഇവിടെ. നിങ്ങൾ തമ്മിൽ ഡീപ്പ് സോൾ കണക്ഷൻ, പാർട്ട്ണർഷിപ്പ്, സോൾ കോൺട്രാക്ട്, ലൈഫ് പാർട്ട്ണർ എല്ലാം കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾ തമ്മിൽ വളരെ മേ ബി ഇത് നിങ്ങൾ കുറച്ച് പേർക്ക് നിങ്ങൾ ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. അതായത് നിങ്ങൾ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം റീഡിങ് കാണുന്നത്. അല്ലാത്തവർക്ക് ലൈക്ക് നിങ്ങൾ തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പ്, വളരെ സ്ട്രോങ് പാർട്ട്ണർഷിപ്പ് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് പാർട്ടിയും കാണുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യാതെ മേ ബി നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു, നിങ്ങൾ പാർട്ടി ചെയ്യുന്നു, നിങ്ങൾ എൻജോയ് ചെയ്യുന്നു എന്ന മട്ടിൽ കാണിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ചെയ്യുന്നത്. ഓക്കെ, ബട്ട് എന്നാലും നിങ്ങൾ അതിൻ്റെ ഇടയിൽ മിസ് ചെയ്യുന്നുണ്ട് അവർ എന്നാണ്. നിങ്ങൾ എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ വിഷമം തോന്നുന്നുണ്ട്, നിങ്ങൾ അവരെ വിട്ടു പോകുന്നു എന്ന രീതിക്ക്. എക്സ്പ്രസിങ് ലവ് കോൾ, മെസ്സേജസ് ഓഫ് ലവ്, തിങ്കിങ് ഓഫ് യു, ഇൻഫോമിങ് യു. ഓക്കെ, ശരി, നിങ്ങൾ അവരുടെ മെസ്സേജ് വരും, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അവർ കുറച്ച് ഹെസിറ്റേറ്റ് ചെയ്യും, അതായത് മെല്ലെ ആയിരിക്കും അവർ അപ്രോച്ച്. ഓക്കെ, അല്ലാതെ എടുത്ത് ചാടി വന്ന് ഓക്കെ പഴയ പോലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ഓക്കെ, സ്ലോലി വീണ്ടും ഒരു അപ്രോച്ച് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക. ഒരു ഹായ് ഹലോ ചോദിക്കുക, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഐ തിങ്ക് കുറച്ച് സ്ലോ ആയിട്ട് അവർ ഒരു സോഫ്റ്റ് ആയിട്ട് അപ്രോച്ചൊക്കെ കാണിക്കും. ഹെൽത്തി ചോയ്സസ് ഉണ്ട്. സോ മേ ബി ഇവിടെ നിങ്ങളായിരിക്കാം സെൽഫ് ലവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ സെൽഫ് ലവിൻ്റെ ഒരു എനർജി പറയുന്നുണ്ട്. സോ നിങ്ങളായിരിക്കാം സെൽഫ് ലവിലേക്ക് വരുന്നത്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടാവും, അതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ വരാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ എന്നാണ് മെയിനായിട്ട്. ആൻഡ് ഇവിടെ ഹൈഡിങ് ട്രൂ ഫീലിങ്സ്, പ്രിറ്റൻഡിങ്
ഗ്യാസ് ലൈറ്റ് അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അവരിടയ്ക്ക് അവരുടെ ഫീലിങ്സ് തുറന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പലപ്പോഴും നിങ്ങൾ എത്ര പിന്നാലെ പോയാലും അവർ എന്താ പറയുക, ഗ്യാസ് ലൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് നമ്മളെ അവോയ്ഡ് ചെയ്ത് പോവുക, നിങ്ങൾ സംസാരിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക അല്ലേ. മെസ്സേജ് അയച്ചാൽ നോക്കില്ല, റിപ്ലൈ ഇല്ല, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. സോ അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും. ബട്ട് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ യെസ്, തീർച്ചയായിട്ടും ഈ ഒരു സോൾമേറ്റ് കണക്ഷൻ വളരെ ഡീപ്പായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ. ഓക്കെ, പുറമേ കാണിക്കുന്ന നിങ്ങളോട് കാണിക്കുന്നില്ല അതൊന്നും. അകത്ത് ഫീലിങ്സ് ഉണ്ടെങ്കിലും പുറമേ പക്ഷേ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നടക്കുക. പക്ഷെ അതും ഒരു തരത്തിൽ തെറ്റാണ്. സോ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ. ഓക്കെ, പേഴ്സൺ ഇങ്ങനത്തെ ഒരു സ്വഭാവം കാണിച്ചു വരുമ്പോൾ അത് ശരിയല്ല. ഉള്ളിൽ ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കാണിക്കണ്ടേ, അല്ലാതെ മേലെ ഒരു നിങ്ങളെ അവോയ്ഡ് ചെയ്യുക, അതൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങൾ വേണം ചോയ്സ് എടുക്കാൻ. ഓക്കെ, എനിവേ അവർക്ക് ആവശ്യമൊക്കെ ഉണ്ട്, നിങ്ങളെ ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. തിരിച്ച് വരുന്നതായിട്ടും കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ അമാവാസിയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു മെസ്സേജൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ബട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ റിമൈൻഡ് ചെയ്യുന്നു, നിങ്ങൾ ചേസ് ചെയ്യരുത്. ഓക്കെ, ലെറ്റ് ദം കം. അവർക്ക് വേണമെങ്കിൽ അവർ വരട്ടെ. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷെ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവരിങ്ങോട്ട് വരാതെ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം അവർ എന്തെങ്കിലുമൊക്കെ എഫേർട്ട് അങ്ങനെ ആ രീതിക്ക് ചെയ്യും. ഓക്കെ, അവർ മെസ്സേജ് കാണാതിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകും എന്ന് വിചാരിച്ച് കുറച്ചൊക്കെ അവർ മാറി നിൽക്കും. ബട്ട് അതൊക്കെ ഒരു ശരിയായിട്ടുള്ള സ്വഭാവമല്ല. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ അവരിങ്ങോട്ട് വരട്ടെ അല്ലേ. സോ അത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക, നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകാതിരിക്കാം. ഓക്കെ, സോ എനിവേ ഇവിടെ നിങ്ങൾക്ക് ട്രൂ സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട്. സോ എല്ലാം നല്ലതായിരിക്കട്ടെ. ആൻഡ് ഇനി കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.